ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റി തന്നെ പതിവ് പോലെ പരിശോധിക്കാം. ഇന്നലെ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച 31/5/2024 22,550 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത് നിഫ്റ്റി 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തത് 23,337 എന്ന ലെവലിലാണ്. അതായത് 787 പോയിന്റോളം പ്ലസിൽ. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. തീർച്ചയായും അവിടുന്ന് സെല്ലിംഗ് വന്നു. കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഒരു സപ്പോർട്ട് സോണിലോട്ട് പ്രൈസ് എത്തുകയും ചെയ്തു. ഈ ലെവലുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിഫ്റ്റി വീണ്ടും എവർ ടൈം ഹൈ തന്നപ്പോൾ രേഖപ്പെടുത്തിയിരുന്നതാണ്. ആ ദിവസങ്ങളിലെ വീഡിയോ, അതിൻ്റെ പിറ്റേ ദിവസങ്ങളിലൊക്കെയുള്ള വീഡിയോ പരിശോധിച്ചാൽ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തേക്കാവുന്ന ലെവലുകൾ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരുന്നവയായിരുന്നു ഇവയൊക്കെ. അന്ന് ടെസ്റ്റ് ചെയ്യാതെ പോകുന്ന ലെവല് 23,162 ആയിരുന്നു. അതിന് മുകളിൽ ചെയ്തു. അതിനുശേഷം ലഭിച്ചേക്കാമെന്ന് കരുതി ഞാൻ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകളാണ്. എങ്കിലും പ്രധാനമായി വീണ്ടും ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 23,545 എന്ന ലെവലാണ്. എന്നാൽ ഇവിടെ നിന്നും ഈ ലെവലിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി അപ്പോൾ തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിയാൽ കാണാം, വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ഈ ഏരിയയിലോട്ട് വന്നു. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിക്കാൻ പോവുകയാണ് എന്ന് ബോധ്യം വന്നവർക്ക് കൃത്യമായും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം. അതല്ല, ഇവിടെ നിന്നും ഈ റെസിസ്റ്റൻസ് വരെ ടാർഗറ്റ് എടുത്തവർ, ഇവിടെ ഈ ലെവലിൽ നല്ല എൻ്ററായി ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്തവർക്ക് ഈ ലെവലിൽ നിന്നും ടാർഗറ്റ് എടുക്കാമായിരുന്നു. വീണ്ടും റീ എൻ്റർ ചെയ്തവർക്ക് ഇതേ ലെവലിലോട്ട് ഓരോ ലെവലും ടെസ്റ്റ് ചെയ്ത് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇന്ന് സത്യത്തിൽ വലിയ കാര്യമായ മൂവ്മെന്റ് ലഭിച്ചില്ല എങ്കിൽ പോലും ഈ 5 മിനിറ്റിൽ ലഭിച്ച മൂവ്മെന്റ് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാം. ഓപ്പണിംഗ് 23,337, അതിന് ഹൈ തന്നത് 23,338 എന്ന് പറയുന്ന ലെവലേ ഉള്ളൂ, 1 പോയിന്റ് ചില്ലറ. അതിനുശേഷം ആ ഒറ്റ ക്യാൻഡിൽ തന്നെ 23,083 എന്ന ലെവലിലോട്ട് താണു പോകുന്നു. ഏതാണ്ട് 250 പോയിന്റാണ് താണു പോകുന്നത്. എന്നാൽ അത്രയും പോയിന്റ് വീണ്ടും തിരിച്ചു കയറാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല. എന്നാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും റിവേഴ്സ് ചെയ്യുമ്പോൾ എൻ്റർ ആയവർക്ക് സാമാന്യം നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും അധികം ഉയർന്ന നിഫ്റ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷനിൽ ഇതിന് മുകളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്നുള്ളത് കൊണ്ടും ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് കൃത്യമായിട്ട് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡേയ്സ് ഹൈ തന്നെയായിരുന്നു ടാർഗറ്റ്, എങ്കിലും അത്രയും നിഫ്റ്റി ചെന്നിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ച ഈ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളത്തേക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് രേഖപ്പെടുത്തിയ 23,337 സംതിങ് 38 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി 23,222 ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, നാളെയും ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരിക്കാം, എന്നാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു ആസ് എ കണ്ടിന്യൂവേഷൻ എന്ന രീതിക്കാണ് ഞാൻ എൻ്റെ ട്രേഡ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതും നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു, ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് എന്ന് ഫീൽ ചെയ്താൽ ഞാൻ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും അതിനേക്കാൾ മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക ആണ് എങ്കിൽ ഞാൻ വീണ്ടും പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള 23,387, 23,442, 23,508, 23,545 എന്നിവ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിൽ അങ്ങനെ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഞാൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് എബോവ് ഉള്ള, തൊട്ട് മുകളിലുള്ള പ്രൈസ് എവിടെ വരെയാണോ വന്നത് അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യത. ആദ്യമായി ലഭിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിനേക്കാൾ താഴോട്ട് വീണ്ടും വരികയാണെങ്കിൽ 23,159 അതുപോലെ തന്നെ 110 എന്ന ലെവലുകളിലോട്ടൊക്കെ താഴോട്ട് വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് സെല്ലിംഗ് ഡയറക്ഷനോട്ട് പ്രൈസ് ടേൺ ചെയ്തേക്കാം എന്ന് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഈ തിക്ക് ലൈൻ എല്ലാം സ്ട്രോങ് സപ്പോർട്ട് സോണുകളായി പ്രവർത്തിച്ചേക്കാമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ നിങ്ങൾ ഇത് താല്പര്യമുള്ളവർ നിങ്ങളുടെ ചാർട്ടിൽ രേഖപ്പെടുത്തുക. ഞാനിത് എൻ്റെ ട്രേഡിംഗ് പ്ലാനിനായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. റിസ്ക് മുഴുവൻ നിങ്ങളുടേതാണ്. എന്തായിരുന്നാലും നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ ട്രേഡ് ചെയ്യാൻ വളരെ ഗുണകരമാകുന്നുണ്ട്, സപ്പോർട്ട് ആകുന്നുണ്ട് എന്ന സന്ദേശം പലരും എനിക്ക് വാട്സപ്പിലൂടെ അയക്കാറുണ്ട്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റുള്ളവർക്കും ഇത് പ്രചോദനമാകും. നമ്മളുടെ ലെവലുകൾ ഒരുപക്ഷെ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്കും അത് കാരണമായേക്കാം. ഒട്ടനവധി പേർ നല്ല സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിനനുസരിച്ച് മോക്ക് ട്രേഡിംഗ് ചെയ്ത് പരിശീലിക്കുന്നുണ്ട്. അവർ അത്തരത്തിൽ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ട്. അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതുതായി വരുന്നവർ അത്തരത്തിൽ പരിശീലിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് പോകട്ടെ. ഓപ്ഷൻ ട്രേഡിങ് കാര്യം നല്ല പ്രോഫിറ്റ് നൽകുന്നതാണെങ്കിലും ഹൈ റിസ്കിയുമാണ് എന്ന് ഈ ആദ്യമായി കടന്നു വരുന്നവർക്ക് അറിയില്ല. അവർ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യമല്ല ലാഭം കിട്ടും. അത് കണ്ട് കൂടുതൽ ഫണ്ട് ഇറക്കും. ആ ഫണ്ട് മുഴുവനും പോകും. വലിയ തുകകൾ പോയത് പലരും എന്നോട് പരിതപിക്കാറുണ്ട്. പക്ഷെ ആർക്കെന്ത് ചെയ്യാൻ കഴിയും? എല്ലാവർക്കും നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ട്രേഡിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ തന്നെയായിരുന്നു. പലതും ഇതിനു മുമ്പ് ഹൈ തന്നപ്പോൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ ചാർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ലെവലുകളിലോട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇന്ന് നൽകിയ മൂവ്മെന്റിനെ അനുസരിച്ച് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ആദ്യമായി ലഭിച്ചേക്കാവുന്ന, ഇപ്പോൾ ഇത് അപ്പോഴും മൂവ് ചെയ്യുന്നു, കണ്ടിന്യൂസ് അങ്ങോട്ട് അപ്പോഴും തന്നെ പോയേക്കാം എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ മുകളിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിട്ടില്ല. പകരം 51,844 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന ഹെവി റെസിസ്റ്റൻസ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ അപ്പ് മൂവിന് ഒരു സപ്പോർട്ടായി നിലനിൽക്കാൻ സാധ്യതയുള്ളതായി കണക്കാക്കുന്നത് 50,892 എന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ഈ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്പോൾ തന്നെ സഞ്ചരിച്ചേക്കാം എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേരുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയവ. 51,341, 51,556, 51,844 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിനേക്കാൾ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലിനൊക്കെ താഴെ 50,585 താഴെ അല്ല ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഒരുപക്ഷെ സ്വല്പം ഡൗൺ സൈഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഈ ലെവലുകൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ടെർമിനലിൽ നിങ്ങളുടെ ചാർട്ടിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. സെൻസെക്സും ഇന്ന് ഹൈ ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു തന്നിരുന്നത്. അതിനുശേഷം അതേ ലെവലുകൾ കൃത്യമായി നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കിട്ടും. ഞാനത് പറഞ്ഞു വെറുതെ ടൈം നീട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിഫ്റ്റി ടേൺ ചെയ്തതുപോലെ തന്നെ സെൻസെക്സും ഇന്ന് ടേൺ ചെയ്തിട്ടുണ്ട്. കൃത്യമായ സപ്പോർട്ടുകളിൽ നിന്നുകൊണ്ട് ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു.
അപ്പോൾ നാളത്തേക്ക് എൻ്റെ ട്രേഡിംഗ് ലെവൽ ഞാൻ ഇങ്ങനെയാണ്. 76,303 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഞാൻ ഇന്നത്തെ ഉയരമാണ്, അത് 76,740 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഒരുപക്ഷെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്പോർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ, സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, അതായത് ഇന്നത്തെ ഓപ്പണിംഗ് ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 76,905 എന്ന ലെവലിന് മുകളിലോട്ട് വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്പോർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 77,104, 77,422 എന്ന ലെവലുകളാണ് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ. ഇനി ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, ആദ്യത്തെ സപ്പോർട്ടിന് താഴെ 76,303 എന്ന സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു, ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് എന്ന് തോന്നിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്, എന്നാൽ അതിന് താഴെയായി വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 76,067 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പിന്നീടും ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആവാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവൽ തന്നെയാണ്, അതായത് ഇന്നത്തെ ലോയാണ് 75,684 ലെവലാണ്. അപ്പോൾ ഈ ലെവലിലൊക്കെ വരുമ്പോഴും പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻറ്റർ ചെയ്യുന്നതാവാം ഒരുപക്ഷെ നല്ലത്. എന്നാലും എങ്ങനെയാണ് മാർക്കറ്റിലുള്ള വോളിയം എന്നതിനനുസരിച്ച് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വളരെ അധികം പേർ ഞാനുമായി വാട്സപ്പ് ചാറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് എൻ്റെ ചാർട്ട് പരിശോധിക്കുന്നതിന് പകരം അവർക്ക് പുട്ട് ആണ് കയറുക അല്ലെങ്കിൽ കോൾ ആണ് ഇന്ന് ഒരു പ്രോഫിറ്റ് തരിക എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പുട്ടിൻ്റെയോ കോളിൻ്റെയോ ചാർട്ട് അനലൈസ് ചെയ്ത് അതിന് സ്റ്റോപ്പ് ലോസും വെച്ച് ടാർഗറ്റ് കിട്ടുന്നതും കിട്ടാത്തതും സ്റ്റോപ്പ് ലോസ് അടിച്ചതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിൽപ്പെട്ട അത്രയും പോലും അറിവില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇൻഡെക്സിന്റെ ഓപ്ഷനാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഡെക്സ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചിലർ ഫ്യൂച്ചർ ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ നോക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഇൻഡെക്സ് തന്നെയാണ് ചെയ്ത് ശീലിക്കാറ്. നാളിതുവരെയും അങ്ങനെ തന്നെയാണ്. ഈ ഫ്യൂച്ചർ പോലും ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ ആണല്ലോ, അതുപോലെ തന്നെ ഇൻഡെക്സിന്റെ ഓപ്ഷൻ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻഡെക്സിനെയാണ് അനലൈസ് ചെയ്യാറ്. ഇൻഡെക്സ് എങ്ങോട്ട് മൂവ് ചെയ്യും, നിഫ്റ്റി ആവട്ടെ, ബാങ്ക് നിഫ്റ്റി ആവട്ടെ, സെൻസെക്സ് ആവട്ടെ, അത് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ അതിനൊരു ബെറ്റ് വെക്കുക. അപ്പോൾ ഓപ്ഷനാണ് ബൈ ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായും ഇൻഡെക്സിന് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് അതേ ഒരു ATM കോൾ ആണെങ്കിൽ ATM കോളായാലും പുട്ടായാലും ATM സ്ട്രൈക്കുകളാണ് ഞാൻ ചൂസ് ചെയ്യാറ് അധികവും. അപ്പോൾ അതിന്റെ ചാർട്ട് ആവശ്യമെങ്കിൽ പരിശോധിച്ച് അതിന്റെ ഒരു ലെവലിനെ കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കും. എന്നിരുന്നാലും ഓപ്ഷനിലെ സ്റ്റോപ്പ് ലോസുകളല്ല ഞാൻ വയ്ക്കാറ്. കാരണം ടൈം ഡീകെ വരുമ്പോൾ പ്രീമിയം മെൽറ്റിംഗ് സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നത് അത്ര ഗുണകരമായി തോന്നാറില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻഡെക്സിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ലെവൽ കണക്കാക്കുക. എങ്കിലും ക്യാൻഡിൽ പാറ്റേണുകളുടെ ഒരു മൂവ്മെന്റിൽ നിന്നും ഒരു പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേക്കാം എന്ന് തോന്നിയാൽ ഞാൻ എയർലി എക്സിറ്റും ചെയ്യാറുണ്ട്. ലോസ് എപ്പോഴും ലിമിറ്റ് ചെയ്ത് നിർത്താനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങളും ഈ ഇൻഡെക്സ് ആണ് അനലൈസ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ആ തരത്തിലുള്ള ആ ഡയറക്ഷനിലേക്കുള്ള ഓപ്ഷനാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ചിലപ്പോൾ എന്നേക്കാൾ മികച്ച ട്രേഡേഴ്സ് ഉണ്ടാവാം, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ സ്ട്രാറ്റജീസും ഉണ്ടാവാം. അവർ ചിലപ്പോൾ എന്നേക്കാൾ മികച്ച അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം.
ഏതായിരുന്നാലും ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളിലെത്തുക. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. സ്ഥിരമായി നമ്മളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തീർച്ചയായും നൽകുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ ഇടയാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതിനെ അല്പം സമയം കണ്ടെത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, നല്ല ലാഭമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്